ജനു മകനെയും നാടും നാട്ടുകാരെയും കുടുംബത്തെയും വിട്ട് ജോലി ചെയ്ത് മകന്റെയും കുടുംബത്തിന്റെയും ഭദ്രത ഉറപ്പാക്കുക എന്ന ലക്ഷ്യമായിരുന്നു വിമാനം കയറുമ്പോൾ ജനുവിന്. എന്നാൽ അവിടെ ചെന്നപ്പോൾ എല്ലാ കണക്കുകളും തെറ്റി എന്നൊരു അവസ്ഥയിലായിരുന്നു. ഏജൻസിയുടെ ചതിയിൽ നിന്നും അവിടുത്തെ ജയിലിലേക്ക് മാറുമ്പോൾ ജനുവിന് ഒന്ന് മാത്രമേ മനസ്സിലുണ്ടായിരുന്നുള്ളൂ: നാട്ടിൽ എങ്ങനെയെങ്കിലും തിരിച്ചെത്തുക, മകനെയും ഭർത്താവിനെയും കുടുംബത്തിനെയും ഒരു നോക്ക് കാണുക. ആരുടെയോ കരുണ കൊണ്ട് തിരികെ നാട്ടിലെത്തിയ ജനുവിന് പക്ഷേ കാത്തിരുന്നത് മകന്റെ വിയോഗ വാർത്തയാണ്. മകനെ നഷ്ടപ്പെട്ട ഒരു അമ്മയുടെ കണ്ണുനീർ കണ്ടു നിൽക്കാനാകാതെ വിതുമ്പുകയാണ് ഇടുക്കി അണക്കരയിലെ ഗ്രാമവാസികൾ. മക്കളുടെ ഭാവി സുരക്ഷമാക്കാനാണ് അമ്മ ജിനു വിമാനം കയറിയത്. പക്ഷെ തിരിച്ചെത്തുമ്പോൾ കണ്ടത് ജീവനയച്ചു കിടക്കുന്ന പൊന്നു മകനെയാണ്. എല്ലാവരും എല്ലാം മറച്ചു വെച്ചില്ലേ എന്നോട്? ഒരു വാക്ക് ആരും എന്നോട് പറഞ്ഞില്ലല്ലോ. അവൻ വണ്ടിയെടുത്തോ അമ്മേ? എന്താണ് സംഭവിച്ചത്? നെഞ്ചു പൊട്ടിക്കരയുന്ന ജനുവിനോട് എന്ത് മറുപടി പറയണമെന്ന് ആർക്കും അറിയില്ലായിരുന്നു. യാത്രക്കൊടുവിൽ വീടെടുക്കുമ്പോഴാണ് ഷാനച്ചിന്റെ വിയോഗത്തെ കുറിച്ച് അമ്മ അറിയുന്നത്. വിമാനം ഇറങ്ങിയ ഉടനെ തന്നെ അമ്മ ഷാനച്ചിനെ തിരിയുന്നുണ്ടായിരുന്നു. ബന്ധുക്കളെ കണ്ട് സന്തോഷമുണ്ടെങ്കിലും അവരുടെ കണ്ണുകൾ ഷാനച്ചിനെ തിരിഞ്ഞു കൊണ്ടേയിരുന്നു. എന്താണ് എന്റെ കുഞ്ഞിന് പറ്റിയത്? ആരെങ്കിലും ഒന്ന് പറ എന്ന് അലമുറയിട്ട ജനുവിനോട് അവൻ കൂട്ടുകാരെ കാണാൻ പോയതാണ് മോളെ എന്ന് മാത്രം ആരോ പറഞ്ഞു. അവൻ വണ്ടിയെടുത്താണോ പോയത് എന്ന് ജിനുവിന്റെ ചോദ്യത്തിനു മുന്നിൽ ആർക്കും ഉത്തരമില്ലാതായി. 2.5 മാസം മുമ്പാണ് ജിനു കുവൈത്തിലെ ഒരു വീട്ടിൽ കുഞ്ഞിനെ നോക്കുന്ന ജോലിയും എന്നാൽ അവിടെ വീട്ടുജോലിയും ചെയ്യേണ്ടി വന്നു. ജോലി ഭാരവും ആരോഗ്യവും അവിടെ തുടരാൻ കഴിയില്ലെന്ന് പറ്റാത്ത സ്ഥിതിയിലായി. വാഗ്ദാനം ചെയ്ത ശമ്പളവും ജിനുവിന് കിട്ടിയില്ല. ഇത് ഏജൻസിയെ അറിയിച്ചപ്പോൾ ജീവനക്കാരെത്തിയ മറ്റൊരു സ്ഥലത്ത് തടവിലാക്കി. ജിനു വരാനിരിക്കുന്നതിന്റെ പിറ്റേ ദിവസമാണ് ഷാനച്ച് വാഹനാപകടത്തിൽ മരണപ്പെട്ടത്. ജനുവിനെ എത്രയും പെട്ടെന്ന് നാട്ടിലെത്തിക്കുക ശ്രമം തുടങ്ങിയിരുന്നെങ്കിലും കോവിഡ് മാർഗനിർദ്ദേശങ്ങളും പൊതു അവധിയും എല്ലാം അനുകൂലമായി. മക്കൾക്കുള്ള സമ്മാന പൊതികളുമായാണ് ആ അമ്മ നെടുമ്പാശ്ശേരിയിൽ വിമാനം ഇറങ്ങിയത്. അവനെ ഒരു നോക്ക് കാണാനാണ് കാത്തിരിക്കുന്നത്. ജീവിതകാലം മുഴുവനും അനുഭവിച്ചാലും തീരാത്ത വേദനയാണ് ജിനു അന്ന് അറിയുന്നില്ല. കഴിഞ്ഞ 17-ാം തീയതിയായിരുന്നു ആ സംഭവം. അണക്കര ചൊല്ലാകോവിയിൽ ബൈക്കും ജീപ്പും കൂട്ടിയിടിച്ച് 17 വയസ്സുകാരൻ അനസ്റ്റ് ക്ഷീണിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു. തുടർന്ന് അമ്മ വിദേശത്തു നിന്ന് എത്തുവാൻ കാത്തു. കഴിഞ്ഞ 7 ദിവസമായി മോർച്ചറിയിൽ കിടക്കുകയായിരുന്നു ഷാനച്ചിന്റെ മൃതദേഹം. 3 മാസം മുമ്പ് കുവൈത്തിലെ പോയ ജനുവിന് പറഞ്ഞ ജോലിക്ക് പകരം കഠിനമായ മറ്റൊരു ജോലിയാണ് ചെയ്യേണ്ടി വന്നത്. അപകടത്തിൽ ജീവൻ പോയ ഏക മകന്റെ ഭൗതിക ശരീരം ഒരു നോക്ക് കാണാൻ കഴിയുമോ എന്ന ആശങ്കയിലായിരുന്നു അണക്കര വെള്ളരയിലെ ഷൈജുവും ബന്ധുക്കളും. മകൻ മരിച്ച വിവരം പറഞ്ഞിരുന്നില്ല. നാട്ടിലെത്തിയതിനു ശേഷമാണ് ജിനു മകന്റെ വേർപാട് അറിയുന്നത്. അണക്കര കൊടുമ്പേലിക്കുളത്ത് അലങ്കയും ഷിജു അപകടത്തിൽ മരിച്ചിരുന്നു. കഷ്ടപ്പാടുകൾ സഹിച്ചു മടുത്തു. എത്രയും പെട്ടെന്ന് നാടണിയാൻ വെമ്പുമ്പോൾ മകൻ ആവശ്യപ്പെട്ട സമ്മാനം കൊണ്ടുവരാൻ